എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിസര പഠനത്തിലെ 2017-18 വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള വാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, നമുക്ക് ആദ്യത്തെ പ്രവർത്തനം എന്താണെന്ന് നോക്കാം. പ്രവർത്തനം 1, രാവും പകലും. ഇതിലെ ആദ്യത്തെ ചോദ്യം: സ്കൂളിലേക്ക് പോകാൻ ഇറങ്ങുന്ന സമയത്താണ് ദീപുവിന് അമേരിക്കയിൽ നിന്നും അമ്മാവൻ്റെ ഫോൺ വന്നത്. അവിടെ ഇപ്പോൾ രാത്രിയാണെന്ന് കേട്ടപ്പോൾ അമ്മൂമ്മയ്ക്ക് സംശയമായി. അമ്മൂമ്മയുടെ സംശയം മാറ്റാൻ ദീപു എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുണ്ടാവുക? എങ്ങനെ എഴുതും നമ്മൾ ആൻസർ? ഭൂമി സൂര്യന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് രാത്രിയും പകലും ഉണ്ടാകുന്നത്. സൂര്യൻ ഇന്ത്യയുടെ നേരെ വരുമ്പോൾ ഇന്ത്യയിൽ പകലും ഇന്ത്യയുടെ മറുഭാഗമായിട്ടുള്ള അമേരിക്കയിൽ രാത്രിയുമായിരിക്കും. ഇനി ബി ക്വസ്റ്റ്യൻ എന്താണ്? ദീപു പറഞ്ഞ കാര്യങ്ങൾ തെളിയിക്കുന്നതിനുള്ള ഒരു പരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കൂ. നമുക്ക് എങ്ങനെ എഴുതാം പരീക്ഷണക്കുറിപ്പ്? ഇരുട്ടുള്ള ഒരു മുറിക്കുള്ളിൽ മേശപ്പുറത്തായി ഒരു ഗ്ലോബ് വയ്ക്കുക. ഒരു എമർജൻസി ലൈറ്റ് എടുക്കുക. ഇത് സൂര്യനായി സങ്കല്പിക്കാം. എമർജൻസി ലൈറ്റ് സൂര്യനായിട്ട് സങ്കല്പിക്കാം. ശേഷം ഗ്ലോബ് പതിയെ കറക്കുക. ഇനി എമർജൻസി ലൈറ്റ് തെളിയിക്കുക. ഗ്ലോബിൽ വെളിച്ചം വീഴുന്ന ഭാഗം പകലും മറുഭാഗം രാത്രിയുമാണ്. ഓക്കെ, ഇനി പ്രവർത്തനം 2 എന്താണ്? ശലഭവും പൂവും. ഇവിടെ താഴെ കുറച്ച് പൂവ് തന്നിട്ടുണ്ടല്ലേ, 3 പൂവും ഒരു ശലഭത്തിനും തന്നിട്ടുണ്ട്. പൂവ് ഏതൊക്കെയാണ്? റോസ്, മുല്ല, ചെമ്പരത്തി അല്ലേ. അവിടെ ഒരു ശലഭമുണ്ട്, നിശാശലഭാണ് അല്ലേ. അതിലെ രണ്ടാമത്തെ പ്രവർത്തനത്തിൽ ആദ്യത്തെ ചോദ്യം എന്താണ്? നിശാശലഭം ഏത് പൂവിലേക്കായിരിക്കും പറന്നു ചെല്ലുക? ഏത് പൂവിലേക്കായിരിക്കും? മുല്ലപ്പൂവ്. ഇനി അതിലെ ബി ക്വസ്റ്റ്യൻ: നിശാശലഭം എന്തുകൊണ്ടാണ് ഈ പൂവിനെ തിരഞ്ഞെടുത്തത്? മുല്ലപ്പൂവിൻ്റെ വെള്ള നിറം രാത്രിയിൽ തെളിഞ്ഞു കാണുന്നതും പൂവിൻ്റെ സുഗന്ധവുമാണ് നിശാശലഭം മുല്ലപ്പൂവിനെ തിരഞ്ഞെടുത്തത്. സി ക്വസ്റ്റ്യൻ: പൂക്കൾക്ക് മാത്രമാണോ ഗന്ധമുള്ളത്? ഗന്ധം കൊണ്ട് തിരിച്ചറിയാവുന്ന എത്ര ഇലകളെ നിങ്ങൾക്കറിയാം? അവയുടെ പേരെഴുതുക. ഏതൊക്കെയാണ്? തുളസിയില, കറിവേപ്പില, മാവില, പേരക്കയില, നാരങ്ങയില, പനിക്കൂർക്കയില. ഇവയ്ക്കൊക്കെ എന്തുണ്ട്? നമ്മൾ അത് നമുക്ക് അറിയില്ലെങ്കിലും അവയുടെ ഗന്ധം നോക്കി നമുക്ക് ആ ഇലകളെ മനസ്സിലാക്കാൻ പറ്റും. ഇനി അടുത്ത പ്രവർത്തനം 3, പുഴുവിൽ നിന്നും. അതിലെ എ പാർട്ടിലെ ചോദ്യം: ചിത്രശലഭത്തിന്റെ വളർച്ചാഘട്ടവുമായി ബന്ധപ്പെട്ട് നൽകിയ ചിത്രങ്ങൾ ശ്രദ്ധിക്കൂ. നമ്മൾ ചിത്രശലഭത്തിന്റെ വളർച്ചാഘട്ടം പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ഇങ്ങനെ അതിൻ്റെ ക്രമങ്ങൾ തെറ്റിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇവയെ ശരിയായ ക്രമത്തിൽ മാറ്റി വരയ്ക്കൂ. ചുവടെ പേരെഴുതൂ. അപ്പോൾ എങ്ങനെയാണ് ക്രമത്തിൽ മാറ്റി വരയ്ക്കുക? നമ്മൾ ആദ്യം മുട്ട, പിന്നെ പുഴു, അത് പിന്നെ പ്യൂപ്യവും, പിന്നെന്താണ് അത് ലാസ്റ്റാണ് ശലഭമായി മാറുന്നത്. ഇനി അതിലെ ബി പാർട്ടിലെ ചോദ്യം: നമ്മുടെ നാട്ടിൽ സാധാരണയായി കാണപ്പെടുന്ന ഒരു പൂമ്പാറ്റയാണ് വിലാസിനി. ഇതുപോലെ നിങ്ങൾക്ക് എത്ര പൂമ്പാറ്റകളുടെ പേരറിയാം? എഴുതൂ. ഇവിടെ നിങ്ങൾക്ക് അറിയാവുന്ന പൂമ്പാറ്റകളുടെ 4 പേരെഴുതാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഏതൊക്കെയാണ്? നാരകക്കാളി, ചക്കരശലഭം, നാട്ടുകോമാളി, നീലക്കടുവ. ഇതൊക്കെ എന്താണ്? നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന പൂമ്പാറ്റകളുടെ പേരുകളാണ്. ഇനി അടുത്ത ചോദ്യം: നമ്മുടെ തോട്ടത്തിലേക്ക് പൂമ്പാറ്റകളെ ആകർഷിക്കാൻ ഏതൊക്കെ ചെടികൾ വെച്ച് പിടിപ്പിക്കാം? പേരെഴുതൂ. ഏതൊക്കെ ചെടികൾ വെച്ച് പിടിപ്പിക്കാം? തെച്ചി, അരിപ്പൂ ചെടി, കൃഷ്ണകിരീടം. ഈ ചെടികളൊക്കെ നമുക്ക് വെച്ച് പിടിപ്പിക്കാം. ഇനി അടുത്ത പ്രവർത്തനം 4, വസ്ത്രങ്ങൾ വേണം. അതിലെ എ: പക്ഷികളുടെ വസ്ത്രങ്ങളാണ് അവയുടെ തൂവലുകൾ. ഈ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണെന്ന് എഴുതുക. ഇങ്ങനെയാണ് യോജിക്കുന്നു അല്ലേ. പക്ഷികളുടെ വസ്ത്രങ്ങളാണ് അവയുടെ തൂവലുകൾ. തണുപ്പിൽ നിന്നും ചൂടിൽ നിന്നും പക്ഷികളെ സംരക്ഷിക്കുന്നത് അവയുടെ തൂവലുകളാണ്. ഇനി അതിലെ ബി ചോദ്യം എന്താണ്? നിങ്ങൾ എഴുതിയിരിക്കുന്ന ഈ ആവശ്യങ്ങൾ നിറവേറ്റാൻ മൃഗങ്ങളെ സഹായിക്കുന്നത് ഏതു ശരീരഭാഗങ്ങളാണല്ലേ? തണുപ്പിൽ നിന്നും ചൂടിൽ നിന്നും അവർക്ക് രക്ഷ നേടാൻ വേണ്ടി മൃഗങ്ങളെ സഹായിക്കുന്നത് അവയുടെ ഏത് ശരീരഭാഗങ്ങളാണ് എന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? രോമം, പിന്നെയോ തൊലിയുടെ അടിയിലുള്ള കൊഴുപ്പിൻ്റെ പാളി. ഇവയാണ് മൃഗങ്ങളെ സംരക്ഷിക്കാൻ സഹായിക്കുന്ന ശരീരഭാഗം. ഇനി അതിലെ സി പാർട്ടിലെ ക്വസ്റ്റ്യൻ:
വസ്ത്രങ്ങൾ ധരിക്കുന്നത് കൊണ്ട് നമുക്ക് എന്തൊക്കെ പ്രയോജനങ്ങളാണ് ഉള്ളത് എഴുതൂ. എന്തൊക്കെയാണ്? ശരീരം മറ്റുള്ളവരിൽ നിന്ന് മറച്ചു പിടിക്കുന്നു. പിന്നെയോ ചൂട്, തണുപ്പ്, കാലാവസ്ഥയിൽ നിന്നും സംരക്ഷണം, ചെറിയ അപകടങ്ങൾ, ആക്രമണങ്ങൾ എന്നിവയിൽ നിന്നും സംരക്ഷണം, ശരീരം വൃത്തിയായി വയ്ക്കുന്നതിന് സഹായിക്കുന്നു. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ വസ്ത്രം ഉപയോഗിക്കുന്നത്. ഇനി പ്രവർത്തനം 5 അടയാളങ്ങൾ. താഴെ കൊടുത്ത ചിത്രങ്ങളിലെ ചില ജന്തുക്കളും സസ്യങ്ങളും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക അടയാളങ്ങളാണ്. ഇനി അതിലെ ആദ്യത്തെ ചോദ്യം എന്താണ്? ജീവികളെ തന്നിരിക്കുന്ന സൂചനകളുമായി ബന്ധപ്പെടുത്തി യോജിച്ച കളങ്ങളിൽ നമ്പർ എഴുതൂ. ഇവിടെ കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട്, അതിൽ താഴെ കുറച്ച് സൂചനകൾ തന്നിട്ടുണ്ട്. അതിൽ യോജിച്ചതിനുമായിട്ട് അതിൻ്റെ നമ്പർ എഴുതാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണെന്ന്. നമ്മുടെ സംസ്ഥാന മൃഗം ഏതാണ്? ആനയാണല്ലേ. ആനയുടെ നമ്പർ എത്രയാണ്? 2. നമ്മുടെ സംസ്ഥാന വൃക്ഷം ഏതാണ്? തെങ്ങാണ്. അപ്പോൾ നമ്പർ 9. നമ്മുടെ സംസ്ഥാന പക്ഷി ഏതാണ്? മലമുഴക്കി വേഴാമ്പൽ, നമ്പർ 4. നമ്മുടെ സംസ്ഥാന മത്സ്യം ഏതാണ്? കരിമീനാണല്ലേ. കരിമീൻ എത്രയാണ്? 3. ഇനി പ്രവർത്തനം 6 യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്. വളവും തിരിവുമുള്ള റോഡിലൂടെ ബസ് വേഗത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് മനു പെട്ടെന്ന് സീറ്റിൽ നിന്നും തെറിച്ചു വീണത്. ബസ്സിനകത്ത് നന്നായി പിടിച്ചിരിക്കണം, കണ്ടക്ടർ പറഞ്ഞു. ഇനി അതിലെ ആദ്യത്തെ ചോദ്യമാണ്, വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ യാത്രക്കാർ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? എന്തൊക്കെയാണ്? ഓടുന്ന വണ്ടിയിൽ ചാടിക്കയറരുത്, സീറ്റ് ബെൽറ്റ് ധരിക്കുക, വാഹനം നിർത്തിയതിനു ശേഷം മാത്രം ഇറങ്ങുക, പിന്നെ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ കൈയും തലയും പുറത്ത് ഇടരുത്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്? വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇനി അതിലെ ബി ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. എന്താണ്? കാൽനട യാത്രക്കാർക്ക് റോഡ് മുറിച്ചു കടക്കുന്നതിനായി റോഡിൽ വരച്ചിട്ടുള്ള അടയാളത്തിൻ്റെ പേരെന്ത്? എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്താണ്? സീബ്ര വരകൾ എന്നാണ്. കാൽനടയാത്രക്കാർക്ക് റോഡ് മുറിച്ചു കടക്കുന്നതിനായി റോഡിൽ വരയ്ക്കുന്ന വരയുടെ പേരാണ് സീബ്ര വരകൾ. അപ്പം നമ്മൾ ഈ ചോദ്യ പേപ്പറിൽ 6 പ്രവർത്തനങ്ങളുടെ ചോദ്യോത്തരങ്ങളൊക്കെ പഠിച്ചു അല്ലേ? എങ്ങനെ എഴുതേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇനി വരുന്ന വീഡിയോസിൽ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഡിസ്കസ് ചെയ്യണം. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും കൂടെ നന്നായിട്ട് എക്സാമിൽ പഠിച്ച് പാസ്സാവാൻ കഴിയട്ടെ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ.